വേദപുസ്തകം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ രക്ഷിതാവാണെന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞാൽ ഏതു വലിയ പാപിയും ദൈവത്തിന്റെ മകനായിട്ട് മാറും. ഞാൻ പറയട്ടെ, ഏതൊരു സമൂഹത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ്. വ്യക്തി നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ കുഞ്ഞുങ്ങൾ നന്നാകും, കുടുംബങ്ങൾ നന്നായാൽ കുഞ്ഞുങ്ങൾ നന്നായാൽ ദേശം പഞ്ചായത്ത് നന്നാകും, പഞ്ചായത്ത് നന്നായാൽ ജില്ല നന്നാകും, ജില്ല നന്നായാൽ സംസ്ഥാനം നന്നാവും, സംസ്ഥാനം നന്നായാൽ രാജ്യം നന്നാവും. ഇതിന്റെ അടിസ്ഥാന കാര്യം എവിടെയാണ് കിടക്കുന്നത്? മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപം മാറി അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം വരണം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ ലോകത്തിൽ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് സധൈര്യം വിളിച്ചു പറയാൻ സാധിക്കും, പാപത്തിന് പരിഹാരം വരുത്താൻ എവിടെയെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, എവിടെയെങ്കിലും പോയി മെഴുകുതിരി എത്തിക്കേണ്ട ആവശ്യമില്ല, എവിടെയെങ്കിലും പോയി നിങ്ങൾ എന്താ പറയുന്ന യാഗാർപ്പണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല, കർമ്മകാണ്ഡങ്ങളുടെ ആവശ്യമില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് യേശുവേ, എന്റെ അവസ്ഥയുടെ അതിന്റെ ക്രൂരമായ പ്രശ്നത്തിന്റെ കാര്യം പാപമാണെന്ന് ഹൃദയത്തിനകത്ത് ചിന്തിച്ചിട്ട് എനിക്ക് ഒരു രക്ഷകരെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി, യേശുവേ ഈ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ യേശുവിന് കഴിയും. ആ സന്ദേശമാണ് ഞങ്ങൾക്ക് ഈ ദേശത്തോട് പറയാനുള്ളത്. രക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല. വേദപുസ്തകം വിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ വേറൊരു നാമമില്ല, അത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ കുടുംബങ്ങളുടെ അവസ്ഥകൾ മാറും, ദേശത്തിന്റെ അവസ്ഥകൾ മാറും, മദ്യപാനികളുടെ കുടുംബങ്ങൾ മാറും. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ 7 വർഷം ഞങ്ങൾ പാർക്കുന്ന വടശ്ശേരിക്കരയിൽ അനേകം ആളുകൾ അവർ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളുടെ ചർച്ചിന്റെ സമീപത്ത് ഒരു സഹോദരൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ചർച്ചിൽ വരുന്നതല്ല മറ്റൊരു ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു. രാത്രിയിൽ അദ്ദേഹം തന്റെ മുറിക്കകത്തേക്ക് കയറി ഉറങ്ങിക്കിടന്ന അമ്മയെ വെളിയിലേക്ക് ഇറക്കി വിട്ടതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഞാൻ പറയട്ടെ, എന്തിനാണ് സഹോദരങ്ങളെ ആത്മഹത്യ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു കളയുന്നത്? ഇതാ രക്ഷയ്ക്കൊരു മാർഗമുണ്ട്, അത് യേശുവിന്റെ മാർഗമാണ്. ഒന്നും ചെയ്യേണ്ട, മുറിയടച്ച് മുറിക്കകത്തേക്ക് കയറിയിരുന്ന് യേശുവേ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ഒറ്റവാക്കിൽ പ്രാർത്ഥിച്ചാൽ ചരിത്രം മാറ്റാൻ കഴിയുന്ന യേശുവിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ഈ പരിവയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. പാപമാണ് മനുഷ്യനെ ക്രൂരകൃത്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്, കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയാതെ നിങ്ങളെ തകർക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. തിരിച്ചറിയണം, ഇതിൽ നിന്ന് ആർക്ക് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും? ഞങ്ങൾ വിളിച്ചു പറയുന്നു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ എല്ലാ അധികാരവും ലഭിച്ച സർവശക്തനായ യേശുക്രിസ്തു ഇന്ന് നിങ്ങളുടെ സമീപേ നിൽക്കുകയാണ്. യേശുവേ, എന്റെ പാപത്തിനൊരു പരിഹാരം തരണമേ, എന്റെ അവസ്ഥയെ ഒന്ന് മാറ്റണമേ എന്ന് ഇന്ന് പകലിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, താങ്കൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് മുതൽ കുടുംബത്തിന്റെ ചരിത്രം മാറുകയാണ്. സുഹൃത്തെ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ തുടങ്ങുകയാണ്, സന്തോഷം ലഭിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ 5 പൈസ തരണ്ട, നിങ്ങൾ ഒരു സ്ഥലത്തും പോകണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, കർമ്മകാണ്ഡങ്ങളുടെ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ട, യാഗതർപ്പണങ്ങൾ നിങ്ങൾ ചെയ്യണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഒറ്റവാക്കിൽ പ്രാർത്ഥിച്ചാൽ ജീവിതം മാറി മറിയുമെന്നുള്ള സന്ദേശം ഇന്ന് പകലിൽ ഈ ചൂട് സഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അവകാശം തന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പല സ്ഥലങ്ങൾ ഞാൻ തേടി അലഞ്ഞിട്ടുണ്ട്. ഒരു സമാധാനമില്ലാതെ പല രാത്രികൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഗ്രഹിക്കുന്നു, യേശുവിനല്ലാതെ എന്റെ ജീവിതത്തിനൊരു പരിഹാരം തരാൻ കഴിയത്തില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു.
പറയുന്നു, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എന്റെ അകത്തേക്കൊന്നു വരണമേ, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ, എന്റെ കുടുംബത്തെ ഒന്ന് മാറ്റിമറിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണമേ, അവിടുത്തെ കരം എന്റെ ശിരസിന്റെ മേൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ സന്ദേശം കൊണ്ട് അർത്ഥമുണ്ടാകുകയാണ്. ഞങ്ങൾ ഈ ചൂട് സഹിച്ച് ഈ ദേശത്ത് വന്നു നിന്ന് ഈ സന്ദേശം പറയുന്നതിന്റെ പിന്നിലെ കാര്യം, യേശു താങ്കളെ സ്നേഹിക്കുന്നു, യേശു താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേട്ടിട്ട് തള്ളിക്കളഞ്ഞ് വീട്ടിൽ പോകരുത്. ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ മേൽ വലിയ കഴിവുകളൊന്നുമില്ല, ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്. ഈ ബോക്സ് ഒന്ന് പൊക്കി വെക്കാൻ പോലും ഒരുപക്ഷെ ആരോഗ്യമില്ലാത്ത ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചൂടത്ത് നിന്ന് ഈ സന്ദേശം ഈ ദേശത്തോട് പറയുന്നത്? യേശുവിന് സകല മനുഷ്യരെയും മാറ്റിമറിക്കാൻ കഴിയും, എല്ലാ മനുഷ്യന്റെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ യേശുവിന് കഴിയും. അതുകൊണ്ട് ചിന്തിക്കൂ, പ്രാർത്ഥിക്കൂ. ഇന്ന് രാത്രിയിൽ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറട്ടെ, ജീവിതത്തിന്റെ അവസ്ഥകൾ മാറട്ടെ. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ജീവിതങ്ങളുടെ അടുത്തേക്ക് യേശു കർത്താവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില കുടുംബങ്ങൾക്കകത്തേക്ക് യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാം. ഇന്ന് പകൽ ഈ ദേശത്തോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഈ ദേശത്തെ ഭരിക്കുന്ന പൈശാചിക കെട്ടുകൾ, ജനത്തെ മദ്യപാനികളാക്കുന്ന പൈശാചിക കെട്ടുകൾ, ജനത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, കുടുംബത്തിനകത്ത് സമാധാനം കെടുത്തുന്ന ഈ ദേശത്തെ തകർക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ, ബിസിനസ്സുകളൊക്കെ നന്മ പ്രാപിക്കാതെ അത് തകർക്കാൻ ശ്രമിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ പൈശാചിക മണ്ഡലങ്ങൾ, കയ്യിൽ കിട്ടുന്ന പണം നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാതെ നിന്നെ തകർത്ത് കളയുന്ന ഈ ദേശത്തെ ഭരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയുടെ പ്രമാണങ്ങൾ. എല്ലാവരും പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പരിവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ പരിവ വിടുവിക്കപ്പെടും, ഈ ദേശം വിടുവിക്കപ്പെടും. ഈ സന്ദേശം ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്ര ശബ്ദമെടുത്ത് പറയുന്നെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാമോ, ഈ ദേശത്തെ ഭരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളുണ്ട്, പിശാചുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളെ കുട്ടിച്ചോറാക്കാൻ നോക്കുന്ന, വലിയ വാഹനങ്ങളൊക്കെ ഓടിച്ച് ബിസിനസ് നടത്തി ഈ ചൂടത്ത് നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ബിവറേജിലേക്ക് കൊണ്ടുപോയി നിന്നെ പ്രേരിപ്പിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ. അപ്പൻ വീട്ടിൽ വരുമ്പോ അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ ഓടി അപ്പുറത്തെ മാമനെ അഭയം പ്രാപിക്കുക. എന്റെ പ്രിയ അച്ഛാ, നിങ്ങൾ ഓർക്കണേ, നിന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞ് അപ്പൻ വീട്ടിൽ വരുമ്പോൾ അച്ഛ എന്ന് വിളിച്ചോടി വരേണ്ട കുഞ്ഞ് എന്തേ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടുന്നു? ശ്രദ്ധിക്കണമേ, ഇതൊക്കെ കൊണ്ടുവരുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ഇതിനെ തകർക്കാൻ ലോകത്തിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് യേശുവിന്റെ മാർഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര സധൈര്യം വിളിച്ചു പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കും. ഈ ദേശത്ത് നന്മയുണ്ടാകണം, സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ പോകുന്നവർ നന്മ പ്രാപിക്കണം, കുടുംബ തകർച്ചകളിലൂടെ പോകുന്നവർ രക്ഷപ്പെടണം. പാപത്തിന് പരിഹാരം നോക്കി ഓടി നടക്കുന്ന ആളുകൾ ഈ ദേശത്തുണ്ടെങ്കിൽ യേശുവിലൂടെ അവർ രക്ഷ പ്രാപിക്കണം, അവരുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ സന്ദേശയാത്ര ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം, ചൂടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു കാര്യം വിളിച്ചു പറയട്ടെ, യേശുവിലല്ലാതെ മറ്റൊരു മാർഗമില്ല. ആ യേശു നമ്മളെ സൗഖ്യമാക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എന്തിനാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം ലോകത്തോട് പറയാം. ഇനിയും നമ്മൾ എവിടേക്ക് പോകും? എല്ലാ മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന കാര്യമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. പുസ്തകം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്താത്ത സകല മനുഷ്യർക്കും വരാൻ പോകുന്ന വലിയൊരു ന്യായവിധി ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷേ നമ്മുടെ കഴുത്തിൽ, നമ്മുടെ മൂക്കിൽ ഇന്നും ജീവശ്വാസമുള്ളത് കൊണ്ട് ദൈവം ഒരു അവസരം കൂടെ തന്നിരിക്കുകയാണ്. വരാനുള്ള വലിയ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടാനുള്ള ഒരു അവസരം, മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഒരു അവസരം. വേദപുസ്തകം പറയുന്നു, തീച്ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു, അത് മഹാഘോര ദിവസമാണ്. ആ ദിവസത്തിൽ മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണമേ, നിത്യമായ ദണ്ഡനമുണ്ട്, നിത്യമായ നരകമുണ്ട്. അതിൽ നിന്ന് മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ ലോകത്തിൽ ഒരേ ഒരു മാർഗം ഇപ്പോഴാണ്. സുപ്രസാദകാലം, ഇന്നാവുന്നു രക്ഷാ ദിവസം. ഈ സന്ദേശം കൈക്കൊണ്ടുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനായി യേശുവിലേക്ക് മടങ്ങി വന്ന്, കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച്
കർത്താവിൽ പാപമോചനം പ്രാപിച്ച് യേശുവിന്റെ മകനായി മകളായി ജീവിക്കാൻ ഈ ദേശനിവാസികളെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ വിരമിക്കുകയാണ്. ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ദൈവദാസന്മാരുണ്ട്. നിങ്ങൾക്ക് അവരെ സമീപിക്കാം. അത് മാത്രമല്ല, മടന്നമണ്ണിൽ ഞങ്ങൾക്കൊരു ചർച്ച ഉണ്ട്. അവിടുത്തെ പാസ്റ്ററാണ് പാസ്റ്റർ വി ടി രവി. അദ്ദേഹത്തെ നിങ്ങൾക്ക് സമീപിക്കാം. ഇവിടെ രാജു സാറിന്റെ ഭവനം ഈ ദേശത്തുണ്ട്. ഇവിടെ അനേക ദൈവമക്കൾ പാർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെയൊക്കെ സമീപിക്കാം, പ്രാർത്ഥിക്കാം, സമാധാനം പ്രാപിക്കാം, സന്തോഷം പ്രാപിക്കാം. ഇത്രത്തോളം സമയം ഈ സന്ദേശം വളരെ സ്നേഹത്തോടും ക്ഷമയോടും കേട്ടിരുന്ന ദേശനിവാസികളായ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും കർത്തൃനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുമാറാണ്.